പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ദിവസത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ നവംബർ മാസത്തിലെ പുണ്യദിനങ്ങളിൽ കൃത്യമായ സത്യങ്ങളെ കുറിച്ചും അടിസ്ഥാനപരമായ വിശ്വാസ സത്യങ്ങളെ കുറിച്ചും ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തി ഒന്നും കൂടി ഉത്ബോധിപ്പിച്ച് അതിനെയൊക്കെ ഒന്ന് വീണ്ടും ജ്വലിപ്പിച്ച് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ സഭയെ, ഈ ലോകം മുഴുവനെയും കർത്താവിന്റെ സാന്നിധ്യം കൊണ്ടും ശക്തി കൊണ്ടും രക്ഷാകര പ്രവൃത്തി കൊണ്ടും നിറച്ചെടുക്കുന്ന വലിയ അഭിഷേകമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ എളിമയോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും. ഒരിക്കൽ കൂടി അച്ഛൻ ഉറപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ശുശ്രൂഷ ഇതുവരെയും ആർക്കെങ്കിലും പങ്കുവെച്ചു കൊടുക്കാൻ മടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പങ്കുവെച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ ധ്യാനങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടത്തില് കർമ്മ ധ്യാന കേന്ദ്രത്തെ പരമേൽപ്പിച്ചിരിക്കുന്ന വലിയ ശുശ്രൂഷകള് ഒരു പൈശാചിക തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പരിശ്രമങ്ങൾ, ദിവ്യകാരുണ്യത്തിന്റെ പ്രദക്ഷിണങ്ങൾ, നിത്യാരാധന, രണ്ടാശ്ശേരി കൺവെൻഷൻ, ഇവിടെയുള്ള ധ്യാനങ്ങൾ, മറ്റ് ശുശ്രൂഷകളൊക്കെ അഭിഷേകത്തോടെ പോകാൻ വേണ്ടി പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നമ്മുടെ ശുശ്രൂഷ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണം. മറ്റ് കാര്യങ്ങളൊക്കെ ഒത്തിരി പോകുന്നുണ്ട്. കാര്യസാധ്യത, യോഗങ്ങള്, എന്താ പറയാ, ഉദ്ദിഷ്ട കാര്യങ്ങള് ഇതൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. അതുകൊണ്ടൊന്നും എന്റെ പ്രിയപ്പെട്ട മക്കളെ, മാനസാന്തരമില്ല, പശ്ചാത്താപമില്ല, ആത്മരക്ഷയില്ല, ഈ അടിസ്ഥാനമില്ലാത്തതുകൊണ്ട് ഒരു നിലനിൽപ്പില്ല. അത്ഭുതങ്ങൾ കിട്ടിയതുകൊണ്ടൊന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ പറയും, അതിന്റെ പിന്നാലെ അല്ല നമ്മൾ പോകണ്ടേ. ആ കാലഘട്ടം കഴിഞ്ഞു. എന്നാലും നമ്മുടെ ആൾക്കാര് അതിന്റെ പിന്നാലെ ഓടി നടക്കണം. അതുകൊണ്ട് ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നല്ല, ഒന്ന് മാറ്റി ചിന്തിക്കുന്നു. ഇത്രയും അറിഞ്ഞിട്ടും പഠിച്ചിട്ടും നമ്മൾ എന്തുകൊണ്ട് മാറി ചിന്തിക്കുന്നില്ല? ഞാൻ കഴിഞ്ഞ ദിവസം ജർമ്മനി പോയി നശിച്ചു പോയൊരു കൊച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ അപ്പനോട് പറഞ്ഞേ, ഈ കുഞ്ഞിന്റെ ആത്മരക്ഷ, ആ സ്വർഗബന്ധം, ഈശോബന്ധം ആഴപ്പെടുത്തിയിട്ടാണോ, ഉറപ്പിച്ചിട്ടാണോ കൊച്ചിനെ പഠിക്കാൻ വിട്ട? അപ്പൻ വാവിളി. എന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടിസ്ഥാനം വിട്ടിട്ടാണ് നമ്മൾ പലതും ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്നെ പറയുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം നമ്മുടെ ആയുസ്സിനെ കുറിച്ചാണ്, ഈ ലോക ജീവിതത്തെ കുറിച്ച്. ഈ ലോകത്തിൽ നമുക്ക് എന്തുമാത്രം ആയുസ് അറിയണം, നമ്മൾ ചിന്തിക്കണം. വചനം പറയുന്നു, സങ്കീർത്തനം 90:10, അത് 90-ാം സങ്കീർത്തനം മോശയുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ മോശ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ആയുസ് 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ട് വീണ്ടും പറയാം, അക്കാലം അത്രയും കഷ്ടപ്പാടും ദുരിതവും അത് പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. ഇതൊരു വലിയൊരു കണ്ടെത്തലാണ്. അത് വീണ്ടും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ആയുസിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ആയുസിന്റെ ദിനങ്ങൾ എണ്ണി ആയുസിനെ കുറിച്ച് ചിന്തിച്ച് ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഒരു സത്യമായ പ്രാർത്ഥന, ഒരു തിരിച്ചറിവുണ്ട്. നമ്മളിവിടെ കയറി വന്നാൽ 70 അല്ലെങ്കിൽ 80 വർഷം മാത്രം ജീവിക്കും. അതാണ് ദൈവഗീത പ്രകാരം ആയുസ്. ഇനിതാണെങ്കിലോ പെട്ടെന്ന് തീരും.
ഇതാണ് പെട്ടെന്ന്. ഇപ്പൊ ഞാൻ ഓർക്കണേ, നമുക്കൊക്കെ 55, 56 വയസ്സായി. എന്ത് പെട്ടെന്ന് തീർന്നേ ഈ ഇത്തരം വർഷങ്ങള്. അച്ഛനായിട്ട് ഏകദേശം 29 വർഷം കഴിഞ്ഞു. 29 വർഷം എന്ത് പെട്ടെന്ന് കടന്നു. അതോ നമ്മളിങ്ങനെ ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മത്തിൽ ഒരു പാട്ട് നമ്മെ ഓർമ്മപ്പെടുത്തും. ഇതാണ്: അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മഞ്ഞടിയൊന്നോ. ഇന്നലെയുള്ളോർ ഇന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ ഖബറിടമല്ലേ. നീർപ്പോളയ്ക്ക് എന്താ ആയുസുണ്ട്? വെള്ളം കുത്തി വീഴുന്നു, ഒരു നീർപ്പോള അങ്ങനെ പൊങ്ങുന്നു, പൊട്ടിപ്പോളും. അത്രേ ഉള്ളൂ, പെട്ടെന്ന് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിന്റെ നൈമിഷിക ജീവിതത്തിന് വേണ്ടി അല്ല, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നിത്യജീവിതമുണ്ട്. ഇവിടെ ഒരു വചനം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താറുള്ള വചനമാണ്. പ്രഭാഷണ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം. അവിടെ ഇങ്ങനെ പറയുന്നേ: മനുഷ്യൻ 100 വയസ്സ് ജീവിച്ചാൽ അത് ദീർഘായുസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ വചനങ്ങൾ മറക്കരുത്. എന്ന് പറഞ്ഞാൽ 100 വയസ്സ് ജീവിച്ചാൽ ദീർഘായുസാണ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടോ 100 വയസ്സ് ജീവിക്കണം എന്നൊക്കെ? ഞാൻ ഇത് പറയുമ്പോ ആൾക്കാരോട് ചോദിക്കും, നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് 100 വയസ്സ് ജീവിക്കണം എന്ന് ശരിക്കും ആഗ്രഹമുണ്ട്? ഒരുമാതിരി ബോധമുള്ള ആരും ആഗ്രഹിക്കും. കാരണം നമുക്കറിയാം, ഒരു 80 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരം വീക്കായി, മസിലൊക്കെ പോയി, പിന്നെ കുറെ രോഗങ്ങളായി, പിന്നെ സ്നഗ്ഗൊക്കെ കെട്ടണം, നമ്മുടെ യൂറിനൊക്കെ അറിയാണ്ട് പോകും, കുറച്ച് എല്ലാം പോവും. 100 വയസ്സൊക്കെ ആവാന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടപ്പാടായിരിക്കും. ചെതകാലിടയ്ക്ക് കിടപ്പ് തുടങ്ങി, അതിനെ ഉണങ്ങി കിടക്കുന്നു. ഞാൻ കുറെ ആളുകൾ കണ്ടിട്ടുണ്ട്, ഉണങ്ങി കിടക്കുന്ന ആൾക്കാർ, ചീഞ്ഞ് കിടക്കുന്ന ആൾക്കാർ, മരിക്കാണ്ട ആൾക്കാർ, പല മേഖലകളിൽ. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, 100 വയസ്സൊക്കെ ജീവിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. നീ ജീവിച്ചോ? അതിനെ കുറിച്ച് എന്താ പറയും? ദീർഘായുസ്. അതാണ് വചനം പറയുന്നത്. മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസാണ്. വീണ്ടും കേട്ടോ: എന്നാൽ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും ഈ ഭൂമിയിലെ ഒരു മണൽത്തരി പോലെയുമാണ്. ഞാൻ ഈ കടൽ കാണാനാണ് പോകുമ്പോ, നിങ്ങളൊക്കെ ശരിക്കും ധ്യാനിക്കട്ടാ. കടൽ കാണാൻ പോകുമ്പോ ഈ കടലിലേക്ക് നോക്കുമ്പോൾ അനന്ത വിഹായസ് ഇങ്ങനെ നിവർന്ന് നീണ്ടു കിടക്കുന്ന, നോക്കിയാൽ നോട്ടമെത്താത്ത കടല്. ആ കടലിലെ ഒരു തുള്ളി വെള്ളം ഉള്ളൂ ഇവിടുത്തെ 100 വയസ്സ്. നിത്യജീവിതം ഇങ്ങനെ കടല് പോലെ നോക്കിയാൽ നോട്ടമെത്താത്ത അനന്ത വിഹായസ് പോലുള്ള നിത്യജീവിതത്തില് ഒരു തുള്ളി വെള്ളം ഉള്ളൂ ഈ 100 വയസ്സ്. ഈ ഭൂമിയിൽ എന്തോരം മണൽത്തരിയുള്ള. ഗൾഫിലേക്ക് ചെന്ന് കഴിഞ്ഞാല് മണലാരണ്യം. ഈ മണലാരണ്യത്തിലെ അല്ലെങ്കിൽ ഈ മണ്ണിലെ ഒരു തരി മണ്ണുള്ളൂ ഈ 100 വയസ്സ്. ചിന്തിച്ചിട്ടുണ്ടോ? ഈ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. ഇവിടുത്തെ ആയുസ് നൈമിഷികമാണ്, പെട്ടെന്ന് തീരും. ഇത് കഴിഞ്ഞിട്ട് ജീവിതമുണ്ട്. ഇവിടെ മക്കളെ, ഈശോ അത് നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആയുസിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. ബാക്കി പിന്നീട് കാണാം. നമുക്ക് നമ്മുടെ ഉയർപ്പുണ്ട്, നമുക്ക് അതിനുശേഷം ജീവിതത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ദിവസങ്ങളിൽ കാണാം. ഇന്ന് നമ്മൾ ചിന്തിക്കുക, എന്റെ ആയുസ് ഇത്രയൊക്കെ. ഈ കാലഘട്ടമൊക്കെയും കട്ടപ്പാട് പിന്നീട് കാണാം. കട്ടപ്പാടാണ് എന്റെ പ്രിയമക്കളെ. ഈ കാലഘട്ടത്തിന്റെ ശേഷം എനിക്ക് നിത്യജീവിതമുണ്ട്, നിത്യത. അതിനുവേണ്ടി നാം എന്ത് ചെയ്തു? ഞാൻ ഇടയ്ക്ക് ഓർക്കും, ഈ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഈ ലോക നൈമിഷിക ജീവിതമാകുന്ന 70-ഓ 80-ഓ വയസ്സിന് വേണ്ടി എന്തോരം കാര്യങ്ങൾ മനുഷ്യർ ചെയ്തു കൂട്ടുന്നത്. പഠിക്കുന്നു, നമ്മുടെ പിള്ളേര് പഠിക്കണുണ്ട്, എന്തൊക്കെ പഠിച്ചു കൂട്ടുന്നത്. രാത്രി ഉറക്കല്ലാണ്ട് രാത്രി മുഴുവനെന്ന് പഠിച്ചിട്ടും ചില പിള്ളേര് പറഞ്ഞ, ഞാൻ ഓർക്കും, എന്തിനൊക്കെ പഠിക്കണേ? ഈ കണ്ണിക്കാട്ട കെമിസ്ട്രി അത് കാണിക്കാൻ ഒരു ഉപകാരമില്ല. അത് പഠിച്ചോണ്ടിരിക്കും. എന്നാൽ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന ഉദാശകള്, ദൈവത്തിന്റെ വചനം, അതുമായിട്ട് ബന്ധപ്പെട്ട ആത്മീയ കാര്യങ്ങള്, പ്രാർത്ഥന, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ പഠിച്ചാലും ജോലി കിട്ടും. 60 വയസ്സാകുമ്പോഴേക്കും, 60 എന്നാലും വളർച്ചോളുന്നില്ലേ, 55 56 റിട്ടയർഡായി. പിന്നെ എന്ത് കാര്യമുണ്ട് പഠിച്ചിട്ട്? ഞാൻ
പഠിക്കണമെന്നല്ലോ പറയണ, പഠിച്ചോ, പക്ഷേ നമ്മുടെ പ്രയോറിറ്റി ആത്മരക്ഷ, നിത്യജീവിതം. അതിനു വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഈശോ പറഞ്ഞു, സ്വർഗത്തിൽ നിക്ഷേപം കൂട്ട്. ബാങ്കിലൊക്കെ നിക്ഷേപം ഉണ്ടാവും, ലോകത്തിൽ പല സ്വത്തൊക്കെ വാഴിച്ച് കൂട്ടിയിട്ടുണ്ടാവും. അതൊന്നും കാര്യമില്ല, അതൊക്കെ ഇട്ടിട്ട് പോണം, ഇതെല്ലാം ഇട്ടിട്ട് പോണം. ഞാൻ ഒന്നും അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞ പോലെ ഞാൻ ഒന്നും കൊണ്ടുപോണില്ല. ഈ നിത്യജീവിതത്തിന് വേണ്ടി നീ ശേഖരിച്ചിട്ടുണ്ടോ? നിന്റെ ദാനധർമ്മങ്ങള്, പുണ്യ പ്രവൃത്തികള്, വിശുദ്ധ ജീവിതങ്ങള്, നിന്റെ വിശുദ്ധമായ ജീവിതത്തിന്റെ പുണ്യങ്ങള് എന്തുമാത്രം ശേഖരിച്ചിട്ടുണ്ട് സ്വർഗത്തിന് വേണ്ടി, നിത്യതയ്ക്ക്? ഇതൊക്കെ ചിന്തിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ആയുസ് കുറച്ചോളൂ. എന്നാൽ ഈ കോവിഡും ഇഞ്ചക്ഷൻ കഴിഞ്ഞതോടുകൂടി എന്തോരം പേരെ ചെറുപ്പക്കാരൊക്കെ ഒഴിഞ്ഞു വീണ് മരിക്കണല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ആയുസിന്റെ ദിനങ്ങൾ എന്നാ നമുക്കറിയില്ല. ചില ആൾക്കാരോട് ഞാൻ പറയും, ധ്യാനമൊക്കെ ഒന്ന് കൂടും. സമയം എനിക്ക് ചിരി വരും കേൾക്കുമ്പോ. ഞാൻ ഇപ്പൊ ചോദിക്കേ, നിനക്ക് എത്ര സമയമുണ്ട്? സമയം അല്ല, നിന്റെ കയ്യിൽ എന്തൊരു സമയമുണ്ട്? ഓർത്തൊക്കെ എന്ത് സമയം കയ്യിൽ? തമാൻ ബോധമില്ലാത്ത മണ്ടൻ കഴുതകൾ. ധ്യാനിക്കാൻ സമയം, പ്രാർത്ഥിക്കാൻ സമയമില്ല, പള്ളിപ്പാൻ സമയമില്ല. നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. സിനിമയ്ക്ക് പോകാൻ സമയമുണ്ട്. കുർബാന എങ്ങാനും 5 മിനിറ്റ് നീണ്ട് അപ്പ ഒച്ചപ്പാടും. സിനിമ 2.5 മണിക്കൂറായിരുന്നു. തീരില്ലേ ഉണ്ടോ? അതിനുവേണ്ടി 2.5 മണിക്കൂർ സിനിമ. കറങ്ങാൻ പോകാൻ സമയം, ഫുഡ് അടിക്കാൻ പോകാൻ സമയം, ടൂറിന് പോകാൻ സമയം. പക്ഷെ പ്രാർത്ഥിക്കാൻ സമയമില്ല. അച്ഛന്മാർക്ക് തീരെ സമയം. ഞാൻ ഈ അച്ഛന്മാരെ പലപ്പോഴും പറയാറുണ്ട്, ഒന്ന് കണ്ടിട്ട് നമ്മുടെ കുറെ അച്ഛന്മാരെ കണ്ടിട്ട് പറയാം, പ്രാർത്ഥിക്കാൻ സമയം. ആരാൻ ചാപ്പരി പോവില്ല, കുർബാന ഓടിച്ചിട്ട് ചെല്ലും. അതിനും സമയമില്ല. ഈ സമയമില്ലായ്മയാണ് ഇന്ന് പൗരോഹിത്യത്തെ, സന്യാസ ജീവിതത്തെ, സഭയെ, കുടുംബങ്ങളെ, മക്കളെ തകർത്തത്. അതിന് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു ഗതികെട്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ശരിക്കും സത്യങ്ങൾ മനസ്സിലാക്കുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് ഈശോ പറഞ്ഞത് വെറുതെയില്ല. ഈ സത്യങ്ങൾ അറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറും, പ്രാർത്ഥന മാറും, ഉദാശ ജീവിതം മാറും, നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവം മാറും, എല്ലാം മാറും. നിത്യത, ആയുസ്, നൈമിഷികത, ദൈർഘ്യം പെട്ടെന്ന് കടന്നു പോകും. ഇതൊക്കെ പിന്നെ കട്ടപ്പാട്, ഇതൊക്കെ പിന്നീട് കാണും. ഇവിടെ മക്കളെ, ആയുസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. ഇത്തനാൾ നമ്മൾ ഇതിലൂടെ ജീവിച്ചു, എന്തുമാത്രം സ്വർഗത്തിന് വേണ്ടി നേടി. ഇവിടെ നേടിയതൊന്നും നീ കൊണ്ടുപോകാൻ പോണില്ല. കണ്ണി കണ്ടോ മരിക്കുന്നോളൂ, ഒരു കാര്യമാണ്. അതുകൊണ്ട് കർത്താവിന്റെ മക്കള് ജീവിക്കേണ്ട ജീവിതമാണ് നിത്യതയെ കണ്ട് ജീവിക്കണം. ആയുസിന്റെ നൈമിഷികത കണ്ടറിഞ്ഞ് ജീവിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ആരാധനയില് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി പറയാണ്, നിസ്സാര ശുശ്രൂഷയല്ല ഇത്. നമ്മുടെ കുടുംബത്തെ അടിസ്ഥാനപരമായിട്ട് എല്ലാ തലങ്ങളെയും മാറ്റുന്ന, എല്ലാ മേഖലകളെയും മാറ്റുന്ന ശുശ്രൂഷയാണ്. അനേകം ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരുണ അവരുടെ മേൽ ഭക്ഷിക്കണമേ. അവരുടെ വേഗം വിശുദ്ധീകരണം പൂർത്തിയാക്കപ്പെടട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് വിശുദ്ധ ജർത്രൂദിന്റെ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അങ്ങയുടെ ദിവ്യസുതനായ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ വിശുദ്ധാത്മാക്കൾക്കായും എല്ലായിടത്തുമുള്ള പാപികൾക്കായും ആഗോള സഭയിലും എന്റെ ഭവനത്തിലും കുടുംബത്തിലുമുള്ള എല്ലാ പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ.
ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ ശുദ്ധികരാത്മാക്കളെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് സകല സഭയോട് ചേർന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഇന്ന് പ്രത്യേകമായ വിധത്തില് അങ്ങ് ഞങ്ങളുടെ ആയുസ്സിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഞങ്ങൾ ഈ ലോകത്തില് ജീവിക്കേണ്ടവരല്ല. ഞങ്ങൾക്ക് ഇവിടെ നിത്യമായ വസതികളില്ല. ഞങ്ങളുടെ ആയുസ് 70, ഏറിയാൽ 80 മാത്രമാണെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു. നിത്യതയെ കുറിച്ച് ഞങ്ങളെ അങ്ങ് ബോധ്യപ്പെടുത്തി. സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം മാത്രമുള്ള ഒരു 100 വയസ്സ്, അല്ലെങ്കിൽ ഒരു തരി മണൽ മാത്രമുള്ള ഈ ലോകത്തിലെ ഒരു തരി മണൽ പോലുള്ള ഒരു 100 വയസ്സ് കർത്താവെ ഞങ്ങളെ സംബന്ധിച്ച് ദീർഘായുസാണെങ്കിൽ നിത്യതയോട് തുലനം ചെയ്യുമ്പോ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ചൊക്കെ ഒത്തിരിയേറെ അങ്ങ് ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ഞങ്ങളത് അസ്വസ്ഥതപ്പെടുത്തട്ടെ. ഞങ്ങൾ ഈ യഥാർത്ഥമായ സത്യം അറിയട്ടെ. കർത്താവ്, ഞങ്ങള് ബോധമില്ലാത്ത, വെളിവില്ലാത്ത, ബുദ്ധിയില്ലാത്ത അവസ്ഥയില് ഈ ലോകത്തിലെ നൈമിഷിക ജീവിതത്തിന് വേണ്ടി ഒരു തുള്ളി വെള്ളം പോലും, സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളത്തിന് പോലും ചേരാത്ത, അല്ലെങ്കിൽ അത്ര പോലും ഇല്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു കർത്താവെ. ഞങ്ങൾ കണ്ടു ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. അങ്ങ് പറഞ്ഞു സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കണം. കർത്താവെ, നിത്യതയെ കുറിച്ച് ചിന്തിക്കാതുള്ള ജീവിതം, ഞങ്ങൾക്കൊരു നിത്യജീവിതമുണ്ട്. സ്വർഗം അല്ലെങ്കിൽ നരകം. നരകത്തിൽ പോകാൻ ഞങ്ങൾക്കിടയാകരുത്. അതിനുവേണ്ടി അങ്ങ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാക്കി തീർക്കാൻ വേണ്ടി ഈശോയെ അങ്ങ് എന്തെല്ലാമാ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന, ഞങ്ങളോട് പറയുന്ന അതനുസരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങയുടെ പേര് ഞങ്ങൾ സ്വന്തമാക്കട്ടെ. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി വെണ്മയുള്ളവരാക്കി മാറ്റിയ വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കുന്നല്ലോ. ഞങ്ങളെയും ശരീരങ്ങള് കൃപയുടെ വസ്ത്രങ്ങള് കർത്താവെ വെണ്മയുള്ളതാക്കി തീർക്കാൻ കുഞ്ഞാടായ അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. നിത്യതയുടെ വലിയ ദർശനമുള്ള മക്കളായി ഞങ്ങളുടെ മക്കൾ മാറട്ടെ. ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, വിദേശത്ത് പോകുന്നു, കൂട്ടുകൂടുന്നു, വ്യഭിചരിക്കുന്നു, മദ്യപിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ലോകത്തിലെ നൈമിഷിക ജീവിതത്തിന്റെ ജടിക സുഖത്തിന് വേണ്ടി ഇതെല്ലാം കാണിച്ചു കൂട്ടുന്ന കർത്താവേ, നിത്യത 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 ഞങ്ങൾ ചിന്തിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ധ്യാനിക്കട്ടെ. ആ സത്യം ഞങ്ങൾ ഉണർത്തട്ടെ. ഞങ്ങളുടെ ഇടവക ദേവാലയങ്ങളില്, ധ്യാന പ്രസംഗങ്ങളില്, ഞങ്ങളുടെ ശുശ്രൂഷകളില് നിത്യതയെ കുറിച്ച് പ്രഘോഷിക്കട്ടെ. കർത്താവേ, നിത്യജീവിതത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കട്ടെ. നിത്യജീവിതത്തിന് വേണ്ടി മനുഷ്യ മക്കളെ ഒരുക്കട്ടെ. അങ്ങനെ ഒരുക്കി കഴിഞ്ഞാൽ തന്നെ മനുഷ്യ മക്കൾ വിശുദ്ധിയിൽ ജീവിക്കും, നന്മയിൽ ജീവിക്കും, സ്നേഹത്തിൽ ജീവിക്കും, അവർ ക്ഷമിക്കും, അവർ സഹിക്കും, അവർ വിശുദ്ധ കൂദാശയിൽ ജീവിക്കും, അവർ വിശുദ്ധിയിൽ ജീവിക്കും, ആരെയും ഉപദ്രവിക്കത്തില്ല. കർത്താവേ, ഈ ലോക ജീവിതത്തിന്റെ വിജയ രഹസ്യം നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുന്നതാണ്. സ്വർഗത്തിന് വേണ്ടിയുള്ള നിത്യമായ ജീവിതം. സ്വർഗത്തിൽ തന്നെ പോകണം, നരകത്തിൽ പോകാൻ പാടില്ല. അനേക മക്കൾ പിശാചിനെ ആരാധിച്ച് നരകത്തിന്റെ സന്തതികളായി ജീവിക്കുന്നുണ്ട്. സമർപ്പിക്കുന്ന കർത്താവേ, നരകത്തിന്റെ സന്തതികൾ, കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന ചില വർഗങ്ങള്, തീവ്രവാദി ഗ്രൂപ്പുകള്, ചില ഒത്തിരിയേറെ പൊളിറ്റിക്കൽ പൈശാചിക ശക്തികള് നരകത്തിന്റെ സന്തതികളാണ്. കർത്താവ്, നരകത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ചില മതങ്ങളും ചില സമൂഹങ്ങളും ചില തീവ്രവാദി ഗ്രൂപ്പുകളും കൊന്ന് നശിപ്പിച്ച് ഇല്ലാതാക്കിക്കൊണ്ട് ലോകം മുഴുവൻ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന മക്കൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, സത്യ വെളിച്ചം അവരെ പ്രകാശിപ്പിക്കട്ടെ. നിത്യ വെളിച്ചം അവരെ ജ്വലിപ്പിക്കട്ടെ.
അവരെ മാത്രമല്ല, ഇന്ന് അത് മറന്നവരാ നമ്മുടെ വൈദികര്, അഭിവന്യ പിതാക്കന്മാര്, സന്യസ്തര്, സഭ, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ യുവമക്കള് നിത്യതയെ മറന്നുപോയ അവസ്ഥകളെയൊക്കെ സമർപ്പിച്ച് കരുണിക്കായി പ്രാർത്ഥിക്കും മക്കളെ. ഒരഭിഷേകം സഭയിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സഭാ മക്കളെല്ലാവരെയും, മാർപ്പാപ്പ മുതല് കുഞ്ഞു വരെയുള്ള എല്ലാ സഭാ മക്കളെയും, നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ട മക്കളെയും, വ്യത്യസ്തങ്ങളായ ക്രൈസ്തവ ഗ്രൂപ്പുകളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നിത്യതയുടെ സത്യാടിസ്ഥാനത്തിൽ ഉറപ്പിക്കണം. കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈശ്വരാശീർവാദത്തിനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുദേ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ലോകം മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് നിത്യജീവിതത്തിന് വേണ്ടി, അതും സ്വർഗത്തിൽ നിത്യജീവിതം ജീവിക്കാൻ വേണ്ടി ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വലിയ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ യേശുവേ. ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും സഭ മുഴുവനും ലോകം മുഴുവനും സ്വർഗത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വലിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണേ. നിത്യ വെളിച്ചം, ആ പ്രകാശം എല്ലാ മക്കളിലും കത്തിച്ചൊലിക്കട്ടെ. ഞങ്ങളുടെ മക്കളിലും പ്രത്യേകമാവിധം കത്തിച്ചൊലിക്കട്ടെ.